പ്രൈസ് ദി ലോർഡ്. എൽ ഷദായി യൂട്യൂബ് ചാനൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി പ്രാരംഭമായി നന്ദി കരയറ്റുന്നു. മനുഷ്യ ജീവിതം വളരെ തകർന്ന് താളടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യന് എവിടെയും അസംതൃപ്തി, മനുഷ്യന് വേണ്ടുന്ന പോലെ തൃപ്തിയില്ല. പല കാര്യങ്ങൾക്കും മനുഷ്യൻ നിരാശനാണ്. എന്നെ കേൾക്കുന്ന സഹോദര, നീ ഇന്ന് നിരാശനാണോ? നീ ഇന്ന് ഭാരത്തിലാണോ? ഇന്ന് രാത്രികാലം നിനക്ക് ലഭിക്കുന്ന സാലറി, ആ സാലറിക്ക് നീ തൃപ്തനാണോ? സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി ഒരു നല്ല ഔഷധമാണ്. സന്തുഷ്ടിയുള്ള ഹൃദയം ഒരു നല്ല ഔഷധമാണ്. നമുക്ക് ലഭിക്കുന്ന സാലറി, നിനക്ക് ലഭിക്കുന്ന കുടുംബജീവിതം, നിനക്ക് ഉള്ള മക്കൾ, നിനക്ക് ദൈവം തന്ന എല്ലാ സാധ്യതകളെ ഓർത്ത് ദൈവത്തിന് പ്രാരംഭമായി നന്ദി കരയറ്റാം. ഒരു വേദവാക്യം പ്രാരംഭമായി വായിക്കാം. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അതെ, ആ ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. എഫ്രൈം ആരാണ്? ജോസഫിൻ്റെ 2 മക്കളിൽ രണ്ടാമൻ ആണ് എഫ്രൈം. ജോസഫിനോട് ചോദിച്ചാൽ പറയാൻ പല കാര്യങ്ങളുമുണ്ട്. എഫ്രൈം എൻ്റെ തലക്കോരി, എഫ്രൈം എൻ്റെ വാത്സല്യപുത്രൻ. എഫ്രൈമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ചവനാണ് എഫ്രൈം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സുഹൃത്തെ, നിനക്ക് ദൈവം ഒരർഹതയില്ലാത്ത ചില അനുഗ്രഹങ്ങളും നന്മകളും നൽകിയിട്ടുണ്ടെങ്കിൽ നീ ഒന്നുകൂടെ ദൈവസന്നിധി താഴ്മയോട് വിനയത്തോട്, ദൈവമേ അപ്പാ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാനും എൻ്റെ കുടുംബം ഒന്നുമില്ല. അത് ഈ ദേശത്ത് അനേകർ കടന്നു വന്നു. ഒരു നിലയിലല്ലേ മറ്റൊരു നിലയിൽ ഒന്നുമില്ലായ്മയിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നാൽ ഈ അനുഗ്രഹമെല്ലാം പ്രാപിച്ച നീ പിന്നീട് നീ നെഗളിക്കരുത്. എഫ്രൈം ജാതികളുമായി ഇടകലർന്നുപോയി. ഒരു ഭക്തൻ, ഒരു ദൈവവൈതൽ, അവൻ്റെ ജീവിതം തകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ ഒരു കാലത്ത് വിശുദ്ധിക്കും വേണ്ടിയും വേർപാടിനു വേണ്ടിയും അവൻ ദൈവമൂത്ത് മാത്രം നോക്കി ജീവിച്ചവനാണെങ്കിൽ ഇന്ന് അവൻ്റെ ജീവിതത്തിൽ ലോകം കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം തലയിൽ കയറാൻ ഇടയാകരുത്. എഫ്രൈമിൻ്റെ തലയിൽ ശമരിയ കയറി. ഇന്ന് രാത്രി നമ്മൾ ദൈവവചനം ചിന്തിക്കുമ്പോൾ ശമരിയ ആരാണ്? ഒരു ദൈവവൈതൻ്റെ ജീവിതത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ സ്നേഹം, കപടമില്ലാത്ത സ്നേഹം, മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവരെ ചേർത്ത് നിർത്താനും അർഹതയുള്ളവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യാനും, നിനക്കൊരു ക്രിസ്തീയ മനസ്സുണ്ടാകട്ടെ, നിനക്കുള്ളത് മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്യുവാൻ. അതെ, അനേകരെ പല കാര്യങ്ങൾക്കും നമ്മളെ സമീപിക്കും. എന്നാൽ ഇന്ന് ദൈവം എന്നെ അർഹതയില്ലാത്ത സ്ഥാനത്ത് അനുഗ്രഹിച്ചാണ് എനിക്ക് പല നന്മകളും തന്നു. മൂത്ത മകൻ മനശ്ശയ്ക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം എഫ്രൈമിന് കിട്ടി. അപ്പനായ യാക്കോബ് ജോസഫ് മരിച്ചുപോയെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ജോസഫ് ജീവനോടുണ്ടെന്ന്. അതെ, ജോസഫ് ഒരു രാജകീയ പദവിയിൽ, ജോസഫ് ഒരു ദർശനമുള്ളവനായിരുന്നു. ജോസഫിൻ്റെ ദർശനം സഫലമാക്കാൻ അല്പം കാലതാമസം ഉണ്ടായെങ്കിലും ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം എഫ്രൈമിനെ ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ, എഫ്രൈം എൻ്റെ വാത്സല്യപുത്രൻ,
എഫ്രീമിനെ കുറിച്ച് എഫ്രീം ദൈവം തന്നെ വാത്സല്യപുത്രനാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ രാത്രികാലം എഫ്രീമിൻ്റെ പരാജയത്തിന് കാരണം, അവൻ്റെ വീഴ്ചയ്ക്ക് കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മുൻതൂക്കം അവൻ കൊടുത്തില്ല. ദൈവത്തിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ദൈവത്തിന് കൊടുക്കേണ്ട ആ മഹത്വം സ്വന്തം അപ്പനായ ജോസഫ് എഫ്രീമിനെ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ തടസ്സം പറഞ്ഞു. അപ്പനായ യാക്കോബിനോട് പറഞ്ഞത്, അപ്പാ അവനെ അല്ല അനുഗ്രഹിക്കേണ്ടത്, അനുഗ്രഹം പ്രാപിക്കേണ്ട അവനല്ലപ്പാ, അപ്പ അവനെ അനുഗ്രഹിക്കരുത്. എഫ്രീമിനെ അനുഗ്രഹിക്കുന്നതിന് യാക്കോബിനോട്, അതെ, സ്വന്തം അപ്പനായ യോസഫ് ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു. കൈ പിണച്ചു വെച്ച് അനുഗ്രഹിക്കാനായിട്ട് വല്യപ്പൻ്റെ അരിയിൽ കൊണ്ടുവന്നപ്പോൾ സ്വന്തം അപ്പൻ തടസ്സം നിന്നെങ്കിലും ദൈവം ഒരുവനെ കണ്ടാൽ അവന് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളും നന്മകളും കോരി വാരി കൊടുക്കും എന്ന് ഈ വചനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. സഹോദര സുഹൃത്തെ, ദൈവവുമായുള്ള ബന്ധം എവിടെയെങ്കിലും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ലോകത്തിൻ്റെ മറ്റ് അതെ ആർഭാടങ്ങളും മറ്റു കാര്യങ്ങളും ലോകം നീ വിട്ടതിനെ തിരിച്ചെടുക്കുവാൻ ഈ ലോകം നിന്നെ മാടി വിളിക്കും. ചിലരെല്ലാം നിന്റെ ആ ദൈവഗൗരവം നഷ്ടപ്പെടുത്തുവാൻ നിന്നെ മാടി വിളിക്കും. ഒരു ഭക്തന് അവൻ്റെ മനസ്സാക്ഷി നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു. അവന് അതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നല്ല മനസ്സാക്ഷി എവിടോ ആർക്കോ ഇന്ന് രാത്രി ദൈവനം കേൾക്കുന്ന ദൈവയിലെ എവിടോ ആരോ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർ ചെയ്യാൻ കഴിയത്തില്ല. ആരോ ബലവാന്റെ കയ്യിൽ അകപ്പെട്ടു. ഇന്ന് ഈ ലോകം ഭരിക്കുന്നത് പിശാചാണ്. അവൻ പിടി നിന്നെ മുറുക്കിയാൽ, അതെ, ഒരു സിംസോന്റെ ജീവിതത്തിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശിംശോന്റെ മേലുള്ള അഭിഷേകം, പെലിസ്തരെ തകർക്കാനുള്ള ഒരു അഭിഷേകം. കുന്നൊന്ന് കുന്നു രണ്ട് എന്ന് പറഞ്ഞ് പെലിസ്തനെ തകർത്തവൻ ഒരു കാലത്ത് പിന്നത്തേതിൽ അവൻ്റെ തലയിലുള്ള അതെ ആ രഹസ്യം, അവൻ്റെ ദൈവശക്തിയുടെ രഹസ്യം ഒരു ദലീലായോട് പറഞ്ഞു. ആ രഹസ്യം അവൾ മനസ്സിലാക്കി. അവനെ ശേഷം മനുഷ്യനെ പോലെ ആ ദലീല തകർത്ത് കളഞ്ഞു. നമ്മുടെ തല ക്രിസ്തുവാണ്. ആ ക്രിസ്തു, അതെ, സ്ത്രീയുടെ തല പുരുഷന്റെ തല ക്രിസ്തു ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ലോകത്തെ വലിച്ചു കയറ്റരുത്. പ്രിയ സ്നേഹിത, പ്രിയ യൗവനക്കാര, മാതാവേ, സഹോദര, നീ ഏതെങ്കിലും രീതിയിൽ മങ്ങിപ്പോയിട്ടുണ്ടോ ഈ രാത്രികാല ആത്മീയ ജീവിതത്തിൽ? ശബരാജല ദുരവരജല പൗഡവലവല, ഏതെങ്കിലും മേഖലയിൽ നീ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടങ്ങി വാ. ഒരു തിരുവചനം കൂടെ ഇന്ന് രാത്രി വായിച്ചിട്ട് ഒരു തിരുവചനം പറഞ്ഞ് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പല കാര്യങ്ങളുടെ മേലും നമുക്ക് ഒരു വിടുതൽ ഈ കാലങ്ങളിൽ ലഭിക്കേണ്ടത് ആവശ്യമാണ്. സഹോദര സുഹൃത്തെ, നിനക്ക് പലതും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെ, ഈ എഫ്രീമിന് കിട്ടേണ്ട ഓഹരി ഒരുപാട് അവിടെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 17-ാം അധ്യായം 17-18 ഒരു വാക്യം വായിക്കാം. യോശുവ ജോസഫിൻ്റെ കുലമായ എഫ്രീമിനോടും മനശ്ശയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം
നിങ്ങൾക്ക് മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി അല്ല വരേണ്ടത്, മലനാടും നിങ്ങൾക്കുള്ളത് ആയിരിക്കണം. അത് കാടാകുന്നു എങ്കിലും നിങ്ങൾ അത് വെട്ടി തെളിക്കണം. അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥമുള്ളവരാ, നിങ്ങൾ അവരെ നീക്കിക്കളയണം. അതാണ്. അപ്പോൾ ഇവരുടെ ഓഹരി ഈ ഇപ്പോൾ നിലവിലുള്ളത് പോരാ. ഇവർക്ക് കുറെ കൂടെ ഓഹരി കൊടുക്കുകയും ഇവർക്ക് ലഭിക്കാനുള്ള അല്ലെങ്കിൽ ലഭിക്കുന്ന ഓഹരി കാട് പിടിച്ച് കിടക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ ആത്മീയ ജീവിതം കാട് പിടിച്ച് കിടക്കുന്നെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ അത് വെട്ടിത്തെളിക്കുക. നീ കാട് പിടിച്ച് കിടക്കാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിനക്കിപ്പോൾ ഉള്ള നന്മയല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിനക്ക് അല്പം കൂടെ, അതെ, നിങ്ങൾ വലിയൊരു ജനം എന്ന് പറഞ്ഞ് യോശുവ പറയുമ്പോൾ ഇവർക്ക് ചില ഓഹരിയുടെ ചില നന്മകളൂടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനല്പം പണിയാണ്. അതെ, കനാന്യര്, ഇരുമ്പു രഥമുള്ള കനാന്യൻ്റെ ദേശം, ആ ഇരുമ്പു രഥമുള്ള കനാന്യനെ നീക്കിക്കളയണം. ഈ രാത്രി പ്രിയ സഹോദര, സ്നേഹിത, സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ അതെ കാട് പിടിച്ച് കിടക്കുന്ന ആത്മീയ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് ദുഃഖത്തോടെ കാണുമ്പോൾ നിനക്ക് ഒരു മടങ്ങി വരവ്, എവിടെയോ നിനക്ക് പരാജയമടങ്ങിയ ചില മേഖലയിൽ ദൈവത്തിൻ്റെ മുൻപാകെ, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് എഫ്രീമെ, അത് ദൈവം തന്നെ വാത്സല്യപുത്രനായി കണ്ട എഫ്രീം ബലിപീഠം വർദ്ധിച്ചു. ദൈവം കൊടുക്കുന്ന നന്മയ്ക്കൊത്തവണ്ണം അവന് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. പ്രിയ സഹോദര, നീ ദൈവം നിനക്ക് അർഹിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഈ ദേശത്ത് കൊണ്ടുവന്ന് തന്നെങ്കിൽ നീ ഇന്ന് നന്മ എത്രമാത്രം പ്രാപിച്ചു, അതെല്ലാം അർഹതയില്ലാത്ത നന്മകളാണ്. എന്നാൽ നിന്റെ ജീവിതം അമ്പെ പരാജയമാകരുത്. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ ഒന്നുകൂടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ മങ്ങലേക്കാതെ മടങ്ങി വരിക. ഇരുമ്പു രഥമുള്ള കനാന്യരെ നീക്കുവാൻ ഒരു തീരുമാനം എടുക്കുമോ? അത് നിന്റെ കയ്യിലുള്ള ആയുധം, ഇരുമ്പായുധം തുരുമ്പ് പിടിച്ചാൽ അതൊന്നിനും കൊള്ളത്തെ. തുരുമ്പ് നിന്റെ ജീവിതത്തിൽ പിടിച്ചിട്ടുണ്ടോ? അതിന് മൂർച്ച കുറഞ്ഞിട്ടുണ്ടോ? യുദ്ധം തോൽവി അടഞ്ഞു പോകാതെ, അതെ, എഫ്രൈമിന് അവിടെയായി നരച്ചിരിക്കുന്നു. അവൻ്റെ ജീവിതത്തെ എഫ്രൈം മറിച്ചിടാത്ത ദോശ പോലെയാണ്. വൺ സൈഡ് മാത്രം വെന്താൽ ഇത് കൊള്ളത്തില്ല. ഇന്ന് രാത്രി ഒരു മടങ്ങി വരാൻ വേണ്ടി തീരുമാനിക്കുമോ? പ്രിയ ദൈവവേദലി, ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തെ ദൈവകരങ്ങളിൽ കൈമാറി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഒരു എഫ്രൈമിനോ ലഭിക്കാൻ സാധ്യതയില്ലാത്ത സ്വന്തം അപ്പനായ ജോസഫ് എഫ്രൈമിനെ അനുഗ്രഹിക്കുന്നതിന് തടസ്സം നിന്നപ്പോൾ, അതെ, യാക്കോബ്, മകനെ, എനിക്കറിയാം, അതെ, അപ്പനറിയാം ആർക്കാ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. സ്വർഗീയ പിതാവിനറിയാം മനശ്ശെയാണോ എഫ്രൈമാണോ യഥാർത്ഥ ദൈവ പൈതൽ എന്ന്. അത് തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവത്തിനറിയാം. മകനെ, എനിക്കറിയാം എന്ന് പറഞ്ഞ ആ അനുഭവം ഇന്ന് രാത്രി ദൈവത്തിനെല്ലാം അറിയാം. ഈ ലോകത്തിലെ ഒരു വല്യപ്പനെക്കാട്ടിലും അപ്പനെക്കാട്ടിലും അറിയുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ആരെങ്കിലും ഇന്ന് ദൈവവചനം കേട്ടവർ ഏതെങ്കിലും നിലയിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ യുദ്ധം തോൽവിക്കാൻ കാരണം എഫ്രൈമിൻ്റെ തലയിൽ ക്രിസ്തു ഇരിക്കുന്ന സ്ഥാനത്ത്, അതെ, ആ ലോകം കയറ്റിവെച്ചു.
ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട എന്ന് അനേകർ പാടുമ്പോൾ ഇന്ന് വേണ്ട എന്ന് പറയുന്നത് പലതും എടുത്ത് വീണ്ടും തലയിൽ വെച്ചു. ഈ രാത്രി ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. ഈ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമീൻ, ആമീൻ, ആമീൻ.